ആ മോനെ, നീ നോക്കിയിട്ട് ചെയ്. നിനക്കറിയാലോ കാര്യങ്ങളൊക്കെ. നീ നോക്കിയും കണ്ട് എന്താന്ന് വെച്ചാ ചെയ്. ഓ ഈ കൊച്ച്. എടി ജിൻസിയെ, എന്താ അമ്മേ? നിനക്ക് കൊച്ചിനൊന്നും എടുത്തൂടെ? ഞാനിവിടെ ഒരു പണിയല്ല. അമ്മയ്ക്ക് എന്താ എടുത്താല്? ഞാൻ അവനോട് സംസാരിച്ചോണ്ടിരിക്കാന്ന്. നീ ആ കൊച്ചിനൊന്നും എടുത്തേ. അമ്മയ്ക്ക് എന്താ എടുത്താല്? എന്റെ കൊച്ചല്ലേ, വേറെ ആരും കൊച്ചൊന്നും അല്ലല്ലോ. ആ മോനെ, നീ നോക്കിയിട്ട് വാങ്ങിക്കേ. വലിയ വിലയുടെ ഒന്നും വാങ്ങിക്കണ്ട. നമ്മുടെ കാര്യമൊക്കെ അവർക്ക് ആ നമുക്ക് രാവിലെ തന്നെ അങ്ങോട്ട് പോകാം. ഫോൺ ഇവള് കൊച്ചു കിടന്ന് കരയണമെന്ന്. അമ്മമ്മയുടെ മോനല്ലേ കരയല്ലേ? ഇപ്പൊ വരികേ. നീ എവിടെയാ? നീ ഇതെപ്പോഴാ കിട്ടിയത്? എന്റെ ജിൻസി, നീ ഇന്നലെ ഇവിടുന്ന് പോയത്. എടാ അതെ, എന്താന്ന് വെച്ചാലേ ജിബിചേട്ടനെ തൃശ്ശൂരിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നേ. അപ്പം ഞാനിങ്ങനെ പോകുന്നു, അത്രേ ഉള്ളൂ. മീറ്റിംഗ് കുറെ കൂടുന്നുണ്ട് ജിൻസിയെ. ഞാൻ എന്റെ വീട്ടിൽ നിനക്ക് പിടിക്കാതായല്ലോ ഇപ്പം. നിനക്ക് തീരെ കണ്ണിച്ചോരല്ലേ ഇപ്പം? ഞാൻ ഇവിടുന്ന് കെട്ടിപ്പോയെന്ന് പറഞ്ഞോണ്ട് എനിക്ക് ഇവിടെ കുറെ അവകാശങ്ങളൊക്കെ ഉണ്ട്. അല്ല പിന്നെ എടി, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. എടി, നീ ഒന്നും മനസ്സിലാക്കി. ചെറിയ കാര്യത്തിന് ഊതി വീർപ്പിക്കില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞതല്ലെന്ന്. വേണ്ട വേണ്ട വേണ്ട, നീ ഒന്നും പറയണ്ട. എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. നിന്റെ ഇപ്പോഴത്തെ സ്നേഹം എല്ലാം എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. സാധനങ്ങൾ ലിസ്റ്റ് അയച്ചിട്ടുണ്ട്. അതിനകത്ത് സെറ്റാഫിൽ എന്ന് പറയുന്ന സാധനം അത് പിന്നെ ബ്രാൻഡുണ്ട്. ഏതെങ്കിലും മേടിച്ചാ പോരെ? എടി, അതിന് ഇന്ന ബ്രാൻഡൊന്നും ഇല്ലാതെ ഏതായാലും മേടിച്ചാ മതില്ലേ? നീ പറയണമെന്ന് കേക്ക്. ഞാനിതെവിടെ ഒപ്പിക്കാൻ രാവേറെ വേഗം നേരം പോയി വേഗം ആഴങ്ങൾ മൗനം തേടും നീരവും ഡെലിവറി. സോറി, വൈഫ് ഇവിടെ ഇല്ല, അതുകൊണ്ടാണ്. ഓ കുഴപ്പമില്ല, എല്ലാം ഉണ്ടല്ലോ അല്ലേ? ഓൺ ടൈം ആണല്ലോ. താങ്ക് യു. അപ്പോൾ കാണട്ടോ. ശരി സാർ, താങ്ക്സ്. യാനമൂകമായി തുടരെ മെല്ലെ നീ വിങ്ങുന്നുവോ രാവേറെ ഇതിനെത്ര ഏട്ടാ? നേരം പോയി വേഗം ആഴങ്ങൾ മൗനം തേടും നീരവും ദിക്കിൻ സൂചികൾ ചുറ്റും ചുറ്റും ചുറ്റിയോ കൈമെല്ലെ തേടിയോ താരമേ ദിക്കിൻ സൂചികൾ മാനം ചൂണ്ടിയോ താളം മാറും നാളിയാമങ്ങൾ. അവിടെ ഓപ്പോസിറ്റ് മൂന്നാമത്തെ. ഓക്കെ ഓക്കെ. ഞാനവിടെ ഉണ്ട്, പുറത്തുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? ഉഷാറല്ലേ? ഓ, അങ്ങനെ ഓടുമോനെ. ഈ ലിസ്റ്റുള്ള ഈ സാധനങ്ങൾ. ഓ ഓക്കെ അല്ലേ? ഇപ്പൊ വരുമോ? ഞാൻ പോരാ, ഞാൻ പോയി ചായ കുടിച്ചിട്ട് വരാം. നിർത്തോ ചെയ്യും. ചേട്ടാ ഒരു ചായ. എടാ അലക്സ, കളി പെരുക്കാണല്ലോടാ.
തീർക്കണമല്ലോ. ഇത്തവണ കളി എങ്ങാനും ഞങ്ങൾ ജയിച്ചാ നിന്നെ ആ ഗ്രൗണ്ടിന്റെ പരിസരത്ത് കണ്ടുപോയത് കേട്ടാ. അങ്ങനെയാണ് ഉറപ്പിക്കാൻ പറ്റേ, ആദ്യം തീരുമാനാവട്ടെ. കളി ജയിക്കോടാ? നീയായിരുന്നോ? പേടിപ്പിച്ചിരുന്നല്ലോ. നീ എന്തോടെ? ഞാനേ ഇവിടെ നല്ല ചാള കിട്ടുമെന്ന് പറഞ്ഞു. ഒരക്കിലോ ചാള കിട്ടുവോടാ? തമാശ. അല്ല, നീ ഫീസ് അടച്ചോ? അത് അടയ്ക്കാൻ വന്നപ്പോഴേ നീ ഇവിടെ ഇരിക്കുന്നുണ്ട്, അതാ ഞാൻ അങ്ങോട്ട് വന്നേ. ആഹാ, നല്ല ചായ അല്ലേടാ? ഗുപ്തന് ചായ ഇതുപോലെ ഊതി കുടിക്കാനല്ലേ ഇഷ്ടം? വളിപ്പടിക്കാതെ നീറ്റ് പോവാമോ? സാർ പഠിച്ചു തുടങ്ങിയോ? ഇല്ല, നീയോ? ഇനി പോയിട്ട് വേണം ബുക്കൊക്കെ എടുത്തൊന്ന് സെറ്റ് ആവാൻ. ബെസ്റ്റ്. കൊള്ളാം. അലക്സേ, ഇത് കൽപ്പന്റെ കാന്താരി പ്രേമൊന്നുമല്ല. നീ എന്താ എനിക്ക് റിപ്ലൈ തരാത്തെ? എടാ, ഞാൻ തമാശയല്ല, സീരിയസാ. എടാ, എനിക്ക് നിന്നോട് ശരിക്കും ഇഷ്ടാ. ഇതെപ്പോഴാ തുടങ്ങിയതെന്ന് എനിക്ക് അറിയത്തൊന്നുമില്ല. നീ എന്തെങ്കിലും ഒന്ന് പറ അലക്സേ. നിന്നോട് ഞാൻ നല്ല ഓപ്പണായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞാലേ പിന്നെ നീ എന്ത് കാര്യത്തിൽ എന്റെ പറയാൻ നടക്കണേ? അലക്സേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നിനക്കിനി വേറെ റിലേഷൻഷിപ്പ് വല്ലതും ഉണ്ടോ? നീ എന്താണ് ഇതൊക്കെ എന്നോട് ചോദിക്കുന്നത്? നിനക്കിപ്പോ ഈ തോന്നൊക്കെ ജസ്റ്റ് ഇൻഫാച്വേഷൻ മാത്രമായിരിക്കും. നിന്റെ സിറ്റുവേഷൻ ഒന്നും ചേർന്ന ആളല്ല ഞാൻ. നീ ഇപ്പൊ ഈ കാണിക്കുന്ന സ്നേഹവും ഇതൊക്കെ നിനക്ക് കുറച്ചാൾ കഴിയുമ്പോ ഒരു അബദ്ധമായിട്ട് തോന്നും. കേറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ലാത്ത ഒരാളാ ഞാൻ. ഞാൻ എന്തു ഉത്തരം നിന്നോട് പറയണ്ടേ? നീ പറ. റിയ, ഈ പ്രേമവും കോപ്പമൊന്നും എനിക്ക് സെറ്റാവില്ല. നീ കോളേജിലേക്ക് ഇറങ്ങുമ്പോൾ ഏത് ഡ്രസ്സ് ഇടണമെന്നാ ചിന്തിക്കണേ? ഞാനൊക്കെ കഴിഞ്ഞ ദിവസം ഇട്ട ഡ്രസ്സ് മുഷിഞ്ഞോന്ന് ആലോചിക്കണം. കാരണം ഇടാൻ വേറെ ഡ്രസ്സില്ല. ഒരു മാസത്തെ വണ്ടിയുടെ CC, വീട്ടിലെ ചെലവ്, EMI, ഇതൊക്കെ വട്ടൊത്തിക്ക് ഓടുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് ഈ പ്രേമം പരിപാടി ഒന്നും സെറ്റാവില്ല. നീ ഒന്ന് മനസ്സിലാക്ക്. ഒരു ജോലിയെ കിട്ടി വീടൊക്കെ വെച്ച് എന്ന് സ്വന്തം കാര്യം നിൽക്കുമെന്നോലും എനിക്ക് അറിയാൻ പാടില്ല. ഇനി അതൊക്കെ എനിക്ക് ജീവനുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഒരു പെണ്ണിടുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുള്ളൂ. ഇതാണ് ഇപ്പത്തെ എൻ്റെ അവസ്ഥ. ചേട്ടാ, ഇവിടെ വേറെ എന്തെങ്കിലും വേണോ കഴിക്കാൻ? ഇവിടുത്തെ ഷവർമ്മ കൊള്ളാന്ന് കേട്ടെ, പറഞ്ഞ വാങ്ങി കഴിച്ചു നോക്കിയാലോ? ശരി ചേട്ടാ, ഞാനും കേട്ടിട്ടുണ്ട്. ചേട്ടാ, ഒരു പ്ലേറ്റ് ഷവർമ്മ. പിന്നെ നിനക്ക് എന്താടാ, ചിക്കൻ ബിരിയാണിയോ? എനിക്ക് ചിക്കൻ ബിരിയാണി മതിടാ, സെറ്റാണ്. ചേട്ടാ, അവനൊരു ചിക്കൻ ബിരിയാണി. ചേട്ടാ, പിന്നെ ഒരു ഫ്രൈഡ് റൈസ് കൊണ്ട് എടുത്തോളൂ. ഓക്കെ. കുടിക്കാൻ എന്തെങ്കിലും ലൈമോ അങ്ങനെ എന്തെങ്കിലും? ലൈമ്? എടാ, ലൈം വേണോ? വേണം വേണം. ഒരു ലൈം എടുത്തോ. ഒരു ലൈമ. ഒരു 10 മിനിറ്റ്സ് ലേറ്റ് ഉണ്ട്, അതിനുള്ള സെറ്റ് തരാവേ. കുഴപ്പമില്ല ചേട്ടാ, സ്ഥിരം വരുന്ന അറിയാം. പിന്നെ ലൈമിൽ ഐസ് ആഡ് ചെയ്യണ്ട കേട്ടോ. ഓക്കെ, മെനു. കുലുക്കം കൂടിയല്ലോ.
കുഴപ്പമില്ല അല്ലേ? നമുക്കിത് കഴിഞ്ഞിട്ട് ലിവൈസിൽ പോവാം. അവിടെ നല്ല സെലക്ഷൻസ് കാണും. ഇനി എന്താ പരിപാടി? അയ്യോ മാരേജ് അറ്റൻഡ് ആരേത് വണ്ടാറ് പണി. Yes. പക്ഷേ മിടുക്കി, ഗ്രേറ്റ് ഐഡിയ. പണിക്ക് പോവാം. അലക്സേ ആ വേറെന്താ? What about your trip? എന്താടാ Once we are planning it. കസ്റ്റമർ എനിക്ക് സീനൊന്നും അപ്പൊ നെക്സ്റ്റ് മന്ത് ഫിക്സ്. ഓഡിറ്റിങ്ങിന്റെ കാര്യം പറയരുത്. നിനക്ക് ഓഡിറ്റിംഗ് EMI നോ. ഓക്കെ ആണേ? എക്സ്ക്യൂസ് മീ ഓക്കെ, എന്നാൽ മാഡം നമുക്ക് ഓർഡർ അങ്ങനെ തന്നെ പ്ലീസ്. പ്ലാൻ ചെയ്യാം. അലക്സേ, ഇതെൻ്റെ ഫ്രണ്ട്സാ. എൻ്റെ ഫ്രണ്ട്സാ പ്രിയ, നസ്രത്ത്. ഹായ്. ഹായ്. ഇത് അലക്സ്, എൻ്റെ ഫ്രണ്ടാ. കോളേജിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നത്. ആ ഷോപ്പിങ്ങിന് വന്നതാ. അന്നേരം ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട്. പറഞ്ഞു. ചിക്കൻ ന്യൂഡിൽസ് പറഞ്ഞാലോ? പ്രിയക്ക് ചിക്കൻ നൂഡിൽസ് ഒക്കെ അല്ലേ? ആ 3 ചിക്കൻ ന്യൂഡിൽസ്. ഫ്രഷ് ലൈം അങ്ങനെ എന്തെങ്കിലും. ആ എനിക്കൊരെണ്ണം. ഓക്കെ. എടി നമ്മളൊന്ന് ഗോവയിൽ പോയില്ലേ? അപ്പോൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടുത്തെ വൈറ്റ് സോസ് പാസ്ത വാസ് യം. ഐ തിങ്ക് അവർ ഇൻ ഹൗസ് മേക്ക് ചെയ്യുന്ന പാസ്ത ആണ്. ഇവിടെ ഗോവയിൽ ആ ഒരു ഇറ്റാലിയൻ ഫ്ലേവേഴ്സ് ഒക്കെ ആയിട്ട് ഇറ്റ് വാസ് ബോം. അലർജിക് ആണോ? ഇവിടെ ഗോവയിൽ ആ ഗോവയെന്ന്. പ്രിയ നിനക്ക് ഓർമ്മയില്ലേ? എടോ താനീ ലോകത്തൊന്നും അല്ലേ? ആരെയോ ഓക്കെ? ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. പോയിട്ടോ. അലക്സേ, അലക്സേ, നീ എന്താ ഇവിടെ വന്നിക്കണേ? ആരാണ് എൻ്റെ പണി മുന്തി പോയി? ഞാനിപ്പോൾ പോവാം. പക്ഷെ എനിക്കിതിനോട് സംസാരിക്കണം. ഞാൻ രാത്രി വിളിക്കാം. നീ ഫോണൊന്നും എടുക്കണം. എടി കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. നീ പോ, ഞാൻ വിളിച്ചോളാം. പോ. എന്താ എടാ, നിന്റെ മുഖത്ത് നല്ല ടാൻ ഉണ്ട്. അതെങ്ങനെ വെയിലും കൊണ്ടല്ലേ നടക്കുന്നേ? ആരോട് പറയാനാ ഇതൊക്കെ? മനസ്സിലായി. നീ പോ. വിളിക്കണം. മനസ്സിലായി. പോ ചെല്ലി. പോട്ടെ. ഇപ്പം ശരിയാക്കി തരാം. അല്ല പിന്നെ
എത്ര നേരമാണ് നിന്നോടൊരു പണി പറഞ്ഞിട്ട്? ഇത് തീർത്തിട്ട് എനിക്ക് വീട്ടിൽ പോണ്ടേ? നിന്റെ പോലെയാണ് ഞാൻ. അത് പിന്നെ ട്രാക്കിലായി പോകണ്ടല്ലേ. ചിൽ. ബോണി, എടാ ബോണി, ബോണി. എന്താടാ? നിന്റെ ഫ്രണ്ട്സായിട്ട് വലിഞ്ഞേരി വന്നിട്ടുണ്ട്. പറഞ്ഞോടാന്ന് നോക്കിയാൽ ക്ലോസ് ആണെന്ന് പറഞ്ഞിട്ട്. അതെന്താ ഇയാൾക്ക് പറഞ്ഞു വിട്ടിട്ടേ? നീ തൻ്റെ ഫ്രണ്ട്സ് വരുമ്പോൾ ഞാനല്ലേ പറഞ്ഞു വിടാറ്. ആരിത് അളിയനായിരിക്കുമോ? അളിയൻ പറഞ്ഞാരൊന്നും പറഞ്ഞിട്ടുണ്ടായില്ലല്ലോ. ഇവള് ഞാൻ എവിടെയോ നോക്ക്. പറഞ്ഞില്ല നീ? പിന്നെ എല്ലാം പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. യു ഗൈസ് ക്യാരി ഓൺ. ആ താങ്ക് യു മമ്മി. താങ്ക് യു. എടാ പട്ടി, നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? അല്ല, ഫോൺ ഞാനിവിടെ മ്യൂസിക് വെച്ചോണ്ട് സൗണ്ട് ആയിട്ട് കേട്ടില്ല. അപ്പോൾ നീ ഒന്നും പറയണ്ട അലക്സേ, എനിക്കെല്ലാം മനസ്സിലായി. ഞാനൊന്ന് വിളിച്ചാൽ നിനക്ക് ഫോൺ എടുക്കാൻ പറ്റത്തില്ല അല്ലേ? ഞാൻ പറഞ്ഞല്ലേ എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണമെന്ന്. സി അലക്സേ, നിനക്ക് തോന്നുമായിരിക്കും എനിക്ക് വട്ടാണെന്ന്, അല്ലെങ്കിൽ ഒരു ടൈം പാസിന് വേണ്ടി ഞാൻ നിന്റെ പുറകെ നടക്കുന്നതെന്നല്ലേ? നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ ഒരു പൊട്ടിപ്പെണ്ണാണെന്ന്? ഇല്ല, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എടാ, ഞാൻ ചെറുപ്പം മുതലേ കുറേ ബോയ്സിനെ കണ്ടു വളർന്നതാ. നീ നമ്മുടെ കോളേജ് ഫ്രണ്ട്സും ഒക്കെ പറയുന്ന പോലെ എന്നെ ഇട്ടുമുടാനുള്ള കാശുണ്ട് എൻ്റെ ഫാമിലിയിൽ, അതെനിക്കറിയാം. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ ഇത് വലിയ കാര്യമാണ്. എനിക്കിത് ശരിക്കും ഒരു ബേർഡനാ. നിനക്കറിയാലോ, ഞാൻ ഒറ്റ മോളാം. അതുകൊണ്ട് തന്നെ കാണുന്ന സ്വത്തുക്കളെല്ലാം എൻ്റേതാണെന്ന് നമ്മുടെ കോളേജിലെ എല്ലാ ബോയ്സിനും അറിയാം. നമ്മുടെ കോളേജ് ബോയ്സ് മാത്രമല്ല, ഞാൻ പഠിച്ച എല്ലായിടത്തെ ബോയ്സ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് എൻ്റെ പുറകെ നടക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഈ സ്വത്തുക്കളൊക്കെ ഇല്ലാതായ അവരെന്നെ ഒഴിവാക്കുമോ, എന്നെ പറ്റിക്കുമോ, ഇതൊക്കെ എൻ്റെ പേടി. പക്ഷെ ഇതെല്ലാം അറിഞ്ഞിട്ട് നീ എന്നെ ഒഴിവാക്ക. ഞാൻ ആദ്യം വിചാരിച്ചത് നീ വലിയ ഉഡായിപ്പാന്നാ. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി, യു ആർ ഹാർഡ് വർക്കിംഗ്. നിനക്ക് സ്വന്തം കാലം നിൽക്കണം എന്നുള്ള ഒരു വാശിയുണ്ട്. നീ നിന്റെ അമ്മയും പെങ്ങളെ അത്ര കെയർ ചെയ്യുന്നുണ്ട്. അലക്സേ, ഒരു പെണ്ണിന് അവളുടെ ജീവിതത്തിൽ വേണ്ടത് കുറെ ക്യാഷോ ഗിഫ്റ്റ്സോ ഒന്നും അല്ലടാ.
അവളുടെ കൂടെ കുറച്ച് ടൈം ഇരുന്നാൽ മതി. അങ്ങനെ നോക്കുമ്പോൾ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ടൈം അതൊക്കെ എനിക്ക് മുമ്പൊക്കെ കുറച്ചെങ്കിലും കിട്ടാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൊട്ട ഞാൻ നിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്. സുഷമയില്ലേ അടിച്ച് കാണണോ? ഇല്ല, തുടങ്ങണേ ഉള്ളൂ. യു ആർ സ്പെഷ്യൽ. ഞാൻ ചുമ്മാ അറിഞ്ഞല്ല. യു ആർ റിയലി എ ഗോഡ് ഗിഫ്റ്റ് ചൈൽഡ്. വെറുതെ ചുമ്മാ ഇരിക്കാൻ വിട്. ഹലോ, എവിടെയാ? ഞാൻ വരാം. കുറച്ച് പാല് വാങ്ങിക്കണം, ഞാൻ പറഞ്ഞല്ലേ നിന്നോട്. കൊച്ചു കിടന്ന് കഴിച്ചില്ല, പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ. അല്ലല്ലോ ആർക്കും എന്നെ കൊച്ചിന് വേണ്ടല്ലോ ഇവിടെ. അല്ല, ഞാൻ പറയണോന്ന്. നിനക്ക് എന്നെ നോക്കാൻ വേണ്ടല്ലെങ്കിൽ പറ, ഞാൻ എന്റെ കെട്ടിയുടെ വീട്ടിൽ പോയി നിന്നോളാം. ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തോളൂ. നീ ഹലോ, ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. എന്തായി? വർക്കൗട്ടായാ? പടവട്ടി അതെ, ഒരു 500 ഉണ്ട് കടയിട്ട്. ഒരു 500 ഉണ്ട് കടയിട്ട്. മതി, തരാം. 500 രൂപ മതിയോ? മതി. ശരിക്കും മതി. ഞാൻ ജീപ്പ് ചെയ്യണേ. ചെയ്യാം. ആക്ച്വലി പൈസ എനിക്കൊരു പ്രശ്നമല്ല, അറിയാലോ. ബേസിക്കലി ഐ ആം റിച്ച്. സോ പിന്നെ എനിക്കറിയാലോ. എന്നേരം എന്തായാലും തരാം. ഉറപ്പ് തരും, തന്നോണ്ടിരിക്കൂലോ. എപ്പോ തരും? ഇത് പിന്നെ നമ്മൾ തമ്മിൽ ഈ പൈസ കണക്കൊക്കെ വേണോ? ദാമ്പത്യ ജീവിതത്തിൽ പൈസയേക്കാൾ മുഖ്യം അവസാനം നമ്മൾ രണ്ടുപേരും മാത്രമായിട്ടാ. അപ്പൊ നിനക്കിതൊക്കെ അറിയാല്ലേ?